വേണ്ടടോ തന്റെ കൂടെ. പിന്നെ നമ്മുടെ 2 മക്കളുണ്ട് തന്റെ കൂടെ, പോരെ? ഇതിനും കൂടെ തനിക്ക് എന്താടോ വേണ്ടേ? എനിക്ക് ഇനി ഒന്നും വേണ്ട. എനിക്കിത് ഈ മനസ്സ് മതി, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഈ മനസ്സ്. ഇതെന്നും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ പിടിച്ചടക്കും. സത്യ, ഞാൻ പടം വരച്ചു തീർത്തു. ഞാനും തീർത്തു. ഞാൻ വരച്ചതൊരു ഫാമിലി ചിത്ര. എവിടെ കാണട്ടെ? ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ. ആ പേരെഴുതിയേക്കാം. അമ്മയുടെ പേര് ശ്യാമ, അച്ഛന്റെ പേര് രോഹിത്. ഇത് നമ്മൾ രണ്ടുപേരും. അത് ശരി, അപ്പൊ ഇതിലും ഇപ്പൊ ഞാനുണ്ടല്ലോ. പപ്പിയെ ഒഴിവാക്കി എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അതെന്താ? ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരിക്കും അല്ലേ? ഒരമ്മ പ്രസവിച്ച മക്കൾ ആണോ? ആയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും ഒരുമിച്ച് നടക്കുന്നേ. എന്നാ പിന്നെ നമ്മൾ ഈ ചേച്ചി ആരായിരിക്കും? ഞാനാണോ പപ്പിയാണോ? അത് നമുക്ക് ചേച്ചിയമ്മയോട് ചോദിക്കാം. ശരിയാ, എനിക്കും തോന്നുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരമ്മ പ്രസവിച്ച മക്കളെ തന്നെയാണെന്ന്. ഈ ദിവസങ്ങൾ, ഈ നിമിഷങ്ങൾ അത് അവസാനിക്കാതിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാം. ഇപ്പൊ ഇത്രയും സമാധാനത്തോടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു 10 ദിവസം മാറി നിന്ന പ്രതീതിയാ. ഓ, വിളിച്ചാ പോലും ഫോണിൽ കിട്ടാത്ത സ്ഥലമാന്നുള്ള സങ്കടം. ആ, എന്തായാലും നാളെ രാത്രിയോടെ വരൂന്നാ പറഞ്ഞേക്കുന്നെ. പോയപ്പോ അങ്ങ് എല്ലാരും കൂടെ പോയി. സാറേ, എന്താണോ സാറേ, ഇതെന്റെ മോളാ, ഇവളുടെ കല്യാണമാണ്. പക്ഷേ കല്യാണത്തിനായി എടുത്തുകൊണ്ട് വന്ന സ്വർണം ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. 30 പവനുണ്ടായിരുന്നു സാറേ. സാറന്മാരെ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ട്. എടോ, ഇതൊക്കെ സൂക്ഷിക്കണ്ടോ? ഇതൊക്കെ ഇനി എവിടെ പോയി തപ്പിയെടുക്കാനാ? സാർ, ആ ഓട്ടോക്കാരനെ കിട്ടിയ അവൻ തരണമെന്നുണ്ടോ വെച്ചേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യനേക്കാൾ സ്വർണത്തിന് വിലയുള്ള സമയം തട്ടിപ്പറിച്ച് കൊണ്ടുപോവാണെ പിന്നെ 2 അടി കൊടുത്ത് ചോദിക്കാന്നെങ്കിലും വെക്കാം. ഇതിപ്പോ നമ്മൾ അശ്രദ്ധോട് നഷ്ടപ്പെടുമ്പോ ചോദിക്കുന്നതിന് തല്ലുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എനിവേ, നിങ്ങളെ നിരാശരാക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്തായാലും ഒരു വോട്ടുണ്ടല്ലോ, വരട്ടെ. സാർ, എന്താണോ? എന്റെ കുഞ്ഞിന്റെ കല്യാണം ഞാൻ ഇനി എന്ത് ചെയ്യണം സാറേ? സ്വർണം കൊണ്ട് കളഞ്ഞിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? അന്വേഷിക്കട്ടെ, കിട്ടിയ തരാന്ന് പറഞ്ഞില്ലേ?
ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛാ? സാറ് പറഞ്ഞതുപോലെ അവരന്വേഷിക്കട്ടെ മോളെ. സർ, ആ മാർക്കറ്റിൽ അടിപിടി കേസ് എന്തായാലും അതിപ്പോ നാളെ 10 മണിക്ക് ഇരു വീട്ടുകാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടം കൊണ്ട് തീർക്കണമെന്നാ ഇരു കൂട്ടർക്കും താല്പര്യം. ഇല്ലെങ്കിൽ അവർക്ക് തന്നെയാ കുഴപ്പം. ആ പുറത്തേക്ക് കേസ് എന്താ? അത് സാറേ, ആ പെൺകുട്ടിയുടെ കല്യാണത്തിനായി വാങ്ങിയ സ്വർണം ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയ കേസാ. എന്നിട്ട് ഓട്ടോക്കാരനെ കിട്ടിയോ? ഇല്ല സർ, ആ ഓട്ടോക്കാരൻ സ്ഥലത്തില്ല. അന്വേഷിച്ചപ്പോ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞു. അയാളുടെ ഭാര്യ ജില്ലാ കളക്ടറാണ് സാർ. ജില്ലാ കളക്ടറോ? ഞങ്ങളും ആദ്യം ഒന്ന് അമ്പരുന്നു സാർ, പക്ഷെ സംഗതി സത്യം. ഭാര്യ കളക്ടർ തന്നെയാ. ഭാര്യ ശാലിനി വിഷ്ണു, ഓട്ടോക്കാരന്റെ പേര് വെറും വിഷ്ണു, ശരിയല്ലടോ? അതെ സാർ. എന്നിട്ട് ഈ ഭാര്യ ഭർത്താവ് എവിടെ ഉണ്ട്? അവരൊരു ഫാമിലി ടൂർ പോയിരിക്കുക സാർ. എടാ വിഷ്ണു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വേട്ടക്കാരനും നീ ഏതോ കാട്ടുമൃഗമാവാനാ സാധ്യത. അല്ലെങ്കിൽ ഇതുപോലെ നിന്നെ വേട്ടയാടാനുള്ള അവസരം എനിക്ക് ഒത്തുവരില്ലല്ലോ. സർവേഷൻ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് എന്റെ കൈവേളയിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോ എങ്ങനെയാടാ അതിനെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നേ? ഞാനിതങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ പോവോ? ഓ, താനാ പെൺകുട്ടി അച്ഛനെയും വിളിച്ചേ. സാർ, ഇവിടെ അവരെയും വിളിക്കും. ശരി സാർ.